നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ചന്ദ്രമതി നല്ല ഇടിവെട്ട് പണി തന്നെയാണ് ശ്രുതിക്ക് കൊടുക്കുന്നത്. ശ്രുതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യമില്ല തന്നെ കൊണ്ട് അടുക്കള പണിയൊക്കെ ചെയ്യിക്കുമെന്ന്. രേവതിയെ മാറ്റി നിർത്തിയിട്ടാണ് അടുക്കള ജോലികളൊക്കെ ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ചന്ദ്രമതി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശ്രുതിക്ക് സഹിക്കാൻ ഉണ്ടായിരുന്നില്ല. ശ്രുതിയുമായിട്ട് അടുക്കാൻ പാടില്ല, ഒന്ന് സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒടുവില് കടയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതിയെ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് തന്നെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്ന് എതിർക്കുന്നുണ്ട്. ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ പോയിട്ടാണ് തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണം. അല്ലെങ്കിലും ഇത്രയും കാലം താൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ കഴിഞ്ഞ്. പെട്ടെന്ന് ഒരു നിമിഷമാണ് എല്ലാം തകിടം പറഞ്ഞ്. ഏത് നിമിഷമാണോ എന്തോ ആ നീലിമയെന്ന് പറയുന്നവൾക്ക് സച്ചിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തോന്നിയത്. ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ശ്രുതി വെക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വെച്ചിട്ട് ആഹാരം കഴിക്കാനായിട്ട് വിളിക്കണം. രേവതി വർഷ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രൻ വെച്ചു, നീ എന്താടി നോക്കി നിൽക്കുന്നേ, വന്ന് വിളമ്പി തരാൻ പറഞ്ഞു. അല്ല അത് പിന്നെ അമ്മേ വിളമ്പി തരാനല്ലേ നിന്നോട് പറഞ്ഞെന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, അമ്മ ഞാൻ വിളമ്പി തരാം. നിന്നോട് ആരെങ്കിലും പറഞ്ഞ വിളമ്പി തരാനായിട്ട്? അതെ, നിന്നോട് പറയുന്ന ജോലി നീ ചെയ്താൽ മതി, നിനക്ക് കഴിക്കണ്ടേ, നീ ഇരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞു. ഒരു നിമിഷം ഒരു അന്താളിപ്പായിരുന്നു സച്ചിയുടെ മുഖത്ത്. അതുപോലെ തന്നെ രേവതിക്കും. ഇതിനു മുമ്പ് ശ്രുതിയെ പിടിച്ചിരുത്താണ് അങ്ങനെ ആഹാരം കഴിപ്പിച്ചുകൊണ്ടിരുന്നേ. പിന്നെ ഒരു ശ്രുതിയോട് പറഞ്ഞു വിളമ്പടി എന്ന് പറഞ്ഞു. അല്ല നിന്നോട് പറയുന്ന ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി വിളമ്പി കൊടുക്കുവാണ്. നേരത്തെ രേവതി എല്ലാരും കഴിച്ചതിന് ശേഷമായിരുന്നു കഴിക്കുന്നത്. ഇപ്പൊ അതേ അവസ്ഥ ശ്രുതിക്കും ഉണ്ടായി. ശ്രുതി ഇത്രയും നാളും വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് നടന്ന. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പറഞ്ഞു പോയില്ലേ. ഇത്തിരി കഴിഞ്ഞപ്പോ ശ്രുതി മുറിയിലേക്ക് വന്ന് ആലോചിക്കുവാണ് എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഇതിനകത്തൊന്ന് കരകയറാൻ പറ്റുമെന്നൊരു ചിന്ത. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് നിന്നിച്ചു, നീ ഇവിടെ എന്തെടുക്കുമെന്ന് ചോദിച്ചു. അല്ലമ്മേ അത് പിന്നെ ഞാന് കുറെ ജോലികളുണ്ട്, അതൊന്നും ചെയ്യണ്ടേന്ന് ചോദിച്ചു. അമ്മ എന്ത് ജോലികളാ? തുണിയെല്ലാം കൂടെ കഴുകാൻ പറഞ്ഞു. അങ്ങനെ കുറെ തുണിയെല്ലാം എടുത്തോണ്ട് കൊടുത്തു. ഉടനെ ശ്രുതി തുണിയായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, അല്ല രേവതിയുടെ സച്ചിയുടെ തുണി എടുത്തില്ലേന്ന് ചോദിച്ചു. അല്ല അവരുടെ തുണി രേവതി കഴുകിക്കോളല്ലോ. അതെ തൽക്കാലത്തേക്ക് അവര് കഴിയണ്ട. രേവതി വന്നപ്പോ രേവതിയോട് പറഞ്ഞു, രേവതി നിന്റെ തുണിയൊക്കെ കഴുകാനുള്ള കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അല്ലമ്മ ഞാൻ കഴുകിക്കോളാം. നിന്നോട് ആരെങ്കിലും കഴുകാൻ പറഞ്ഞോ? അവള് കഴുകിക്കോളൂന്ന് പറഞ്ഞു. ഇതിപ്പം അച്ഛമ്മയുടെ അപ്പുറമായി പോയി ചന്ദ്രമതി ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുന്ന ശ്രുതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവില് രേവതി തുണിയൊക്കെ കഴുകാനുള്ളത് കൊണ്ടേ കൊടുക്കണം. അങ്ങനെ അതെല്ലാം വാരിക്കെട്ടി ശ്രുതി പൈപ്പിനടുത്തേക്ക് ചെന്നു. പൈപ്പിൻ ചോട്ടി ചെന്ന് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഈ തള്ള മിക്കവാറും തന്നെ ശരിയാക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഏത് സമയത്താണോ അതെങ്ങനെ ബുദ്ധി തോന്നിയത്? കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനായിട്ട്. ഇത്രയും തുണിയൊക്കെ കഴുകാന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം രേവതിയായിരുന്നു കഴിക്കൊണ്ടിരുന്നത്. അപ്പം ശ്രുതിക്കൊക്കെ ഒരു പുച്ഛമായിരുന്നു. എന്താ ഏതെന്നുള്ള രീതിയിൽ. ഓ അടുക്കള പണിയില്ലേ, ഇതിനകത്തിപ്പോ എന്താ ഇരിക്കുന്നത്, താൻ പാർലറിൽ പോയി മല മറിച്ചിട്ട് വരുന്നൊരു ചിന്ത. പക്ഷെങ്കില് എല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി തീർന്നില്ലേ. ഒടുവിലെ തുണിയൊക്കെ ഇങ്ങനെ തല്ലി നനയ്ക്കുവാണ്. ദേഷ്യം വന്നിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലോ. ചന്ദ്രമതി ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ സമയം ശ്രുതി ആ ഷോപ്പിലേക്ക് വന്നു. ശ്രുതിക്കാൻ ടെൻഷനായിരുന്നു. ശ്രുതിയോട് നേരെ ചൊവ്വയൊന്നും മിണ്ടാനും പറ്റുന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ, എന്തേലും ചെയ്തില്ലെങ്കിൽ അവള് മിക്കവാറും തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ശ്രുതിനെ ഒന്ന് വിളിച്ചാലോ നോർത്തു. വേണ്ട, വിളിച്ച ചിലപ്പോ അമ്മ എങ്ങാനും അടുത്തുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നൊരു ചിന്തയായിരുന്നു. ശ്രുതിയാണെങ്കിലുള്ള തുണിയെല്ലാം കഴുകിക്കൊണ്ടേ വിരിച്ചൊക്കെ ഇട്ട് മടുത്ത് വന്നിരിക്കാൻ നോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അടുത്ത പണിയായിട്ട് വരുന്നേ. ഈ വീടൊക്കെ പിന്നെ തൂത്തുടച്ച് ആര് വൃത്തിയാക്കുമെന്ന് ചോദിച്ചു. അമ്മേ ഞാൻ തന്നെയോ, ഞാൻ ഇപ്പൊ തന്നെ മടുത്തു. ഇത്രയും തുണിയും കഴുകി രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയപ്പം. ആണോ? നിനക്ക് മടുപ്പുണ്ടല്ലേ? ഞാൻ കരുതി മടുപ്പില്ലായിരിക്കുന്നു. എടി രേവതി തന്നെയാണ് ഇവിടെ അലക്കുന്നേ, തൂത്തുടച്ച് വൃത്തിയാക്കുന്നേ, ആഹാരം പാചകം ചെയ്യുന്നതൊക്കെ. എന്നിട്ടോ നീയൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ടല്ലോ, അതിപ്പോ എന്താ നിനക്ക് അന്നൊക്കെ കുറെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ ഞാനിപ്പൊ തന്നെ മടുത്തിന് തുടയ്ക്കാന്ന് പറഞ്ഞാല് തുടച്ചാൽ എന്താടി കുഴപ്പം, മര്യാദയ്ക്ക് വീടൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞു. ശ്രുതി വേറെ ഗത്യന്തരം ഇല്ലാതെ വന്ന് തുടയ്ക്കുവാണ്. ചന്ദ്രമതിയെ 100 തവണ മനസ്സ് തെറി പറഞ്ഞുകൊണ്ടാ ഇതൊക്കെ ചെയ്യുന്നേ. നിനക്കിട്ട് ഇതിനുള്ള ഞാൻ തരുമെന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞൊന്ന് നടുവ് നൂർക്കാനായിട്ട് മുറിയിലേക്ക് പോയിരിക്കുകയാണ്. ശ്രുതിയും കൂടെ ചേർന്ന് തന്നെ ചതിച്ചു. അല്ലെങ്കിൽ തന്നെ ശ്രുതി ഇപ്പൊ ഈ സമയത്ത് തന്നോടൊപ്പം നിൽക്കണ്ടേ.
അവനും കൂടെ വേണ്ടിയിട്ടല്ലേ താന് ഷോപ്പ് തുടങ്ങാനായിട്ട് പറഞ്ഞ്. എന്നിട്ട് ഒടുവിലോ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനൊരു സാഹചര്യം വന്നപ്പം അവൻ തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ഇപ്പൊ അവന് തന്നെ വേണ്ട, അതായിരിക്കും കാര്യം. പോരാത്തിന് അമ്മ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അതൊക്കെ ഓർത്ത് ശ്രുതിക്ക് ഭയങ്കര വിഷമായിരുന്നു. പിന്നീട് ശ്രുതി മീരയെ കാണാനായിട്ട് പോകുന്നുണ്ട്. മീരയെ കണ്ടിട്ട് തന്റെ അവസ്ഥകളൊക്കെ പറയണ. ഇനി മീര എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ, ആ വീട്ടിൽ നിൽക്കാൻ പോലും തോന്നില്ല, നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിട്ട് പണി കിട്ടുമെന്ന് പറഞ്ഞു. മീര പറഞ്ഞു, എടി ഞാൻ കുറച്ച് നേരത്തെ ഇത് പ്രതീക്ഷിച്ചാന്ന് പറഞ്ഞു. എന്താ? ഞാൻ കരുതിയത് നിന്റെ ആൾമാറട്ടം കാര്യങ്ങളൊക്കെ അവര് പിടിച്ചു കാണുമായിരിക്കുന്ന, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഇതെന്നെ സമാധാനിക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ഇതിനകത്ത് ശ്രുതി ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ശ്രുതിയെ അവര് വഴക്കൊന്നും പറയുന്നില്ലോ. എടി മരുമോളെല്ലേ വഴക്ക് പറയാൻ പറ്റുള്ളൂ, സ്വന്തം മോനെ അങ്ങനെ അമ്മമാർക്ക് വഴക്ക് പറയാൻ പറ്റില്ലോ, അതുകൊണ്ടായിരിക്കും പറയാത്തെ. നീ ധൈര്യമായിട്ടിരിക്കുക, ഒരു കാരണവശാലും നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഓ, എനിക്ക് ആ വീട്ടിൽ അധികം ദിവസം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അമ്മാതിരി പീഡനമാണ്, എന്ത് ചെയ്യാൻ പറ്റും. സാരമില്ല, പോട്ടെ, ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പം നിനക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറ. തുറന്നു പറയാനായിട്ട് അതിന് ശ്രുതിയോടൊന്ന് സംസാരിക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ. ആ സമയത്ത് ആന്റി അങ്ങോട്ടേക്ക് പാഞ്ഞു വരും. പാഞ്ഞു വന്നിട്ട് ശ്രുതിയെ ചീത്ത പറയും. ശ്രുതിയുടെ സ്വഭാവം അറിയാലോ. ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് പോകുകയും ചെയ്യുന്നു പറഞ്ഞു. ഇന്നിപ്പോ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്, എങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നും വിളിക്കാൻ പോലും അമ്മ സമ്മതിക്കില്ല. അതിന് ഷോപ്പിൽ ശ്രുതി തന്നെയല്ലേ ഉള്ളെന്ന് ചോദിച്ചു. തന്നെ ഉള്ളെങ്കിലും ശ്രുതിക്ക് വിളിക്കാൻ പേടിയാ, അറിയാലോ. അമ്മയുടെ ഓമന പുത്രനല്ലേ, അപ്പൊ അമ്മ പറയുന്ന അനുസരിക്കുള്ളൂ, ഞാൻ പറയുന്നതിനൊന്നും വാക്കിനൊരു വിലയില്ലാന്ന് പറഞ്ഞു. മീര പറഞ്ഞു, വിലയില്ലെങ്കിൽ നീ അനുഭവിക്കുക തന്നെ. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കള്ളത്തരങ്ങളൊക്കെ പറയണ സമയത്ത് കള്ളത്തരങ്ങളൊന്നും പറയരുത്. നേരെ ചൊവ്വ ഉള്ള സത്യം കൂടെ തുറന്നു പറയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടാവായിരുന്നെന്ന് ചോദിച്ചു. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. ഇപ്പം ഇനി അതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്തായിരിക്കും എന്ന് പറഞ്ഞു. മീര പറഞ്ഞു, എടി അതും പറഞ്ഞോണ്ട് എന്ത് ചെയ്യാനാ, നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് തിരികെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒന്നുകൂടെ കലിപ്പ് കൂടത്തല്ലേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിനാണ് നമ്മുടെ ഭർത്താവ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സുധയുടെ സ്വഭാവം അറിയാലോ. അമ്മ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകത്തില്ല, ആ ഒരു സ്വഭാവ. ഒടുവിൽ മീര പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തേലും വഴിയുണ്ടോ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുവാണ്. എന്ത് ചെയ്യാൻ പറ്റും, അത്ര വലിയ കള്ളത്തരമാണല്ലോ ശ്രുതി ചെയ്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്നൊന്നും അങ്ങനെ ചന്ദ്രമതിക്ക് ആർക്കും മറക്കാൻ പറ്റുന്ന കാര്യമല്ലോ. പിന്നീട് ജോലിയെല്ലാം തീർത്ത് അങ്ങനെ ശ്രുതി ഒന്ന് നടുവ് നിർക്കാന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് വർഷയുടെ അമ്മയുടെ കോള് വരുന്നത്. വർഷയുടെ അമ്മ വിളിച്ചിട്ട് കുറെ പറയുന്നുണ്ട്. അല്ലേലും ആ രവീന്ദ്രന്റെ PF തുക കൊണ്ടല്ലേ ശ്രുതി നീ കൂടെ ഷോപ്പ് പണിതേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഒരുമാതിരി കളിയാക്കി സംസാരിക്കുകയാണ്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർത്തിയായി ശ്രുതിക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇത്രയും നാണം കെട്ടിയ പരിപാടി വേറെയില്ല. എന്നാലും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നീട് ശ്രുതിക്കാണെ വല്ലാത്ത ടെൻഷനായിരുന്നു, ഇനി എങ്ങനെ ഇതിനകത്തുനിന്ന് കരകയറുന്നുള്ളേ. ആന്റി എന്തേലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് മയക്കെടുക്കണം, എങ്കിൽ മാത്രം ഇനിയിപ്പോ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ശ്രുതിക്കറിയായിരുന്നു. പക്ഷെ ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പായിരുന്നു. ഇന്ന് വരെ തന്റെ മാന തന്നെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതും ഇവള് പറഞ്ഞിട്ട്. ഇവളാണ് എല്ലാത്തിനും കാരണക്കാരി എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയെക്കുറിച്ച് ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചന്ദ്രമതിക്ക് തന്നെ അവസാനം തോന്നും ശ്രുതിയോടുള്ള പെരുമാറ്റത്തില് കുറച്ച് മാറ്റം വരുത്തിയില്ലെങ്കിൽ ചിലപ്പോ ഇനി തനിക്ക് പണി കിട്ടിയാലെന്നൊരു സംശയം. മലേഷ്യക്കാരനല്ലേ, കോടീശ്വരനല്ലേ അച്ഛന്. പോരാത്തിന് ഭാമയൊക്കെ വിളിച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.